വരട്ടെ. ഡിഎഫ്ഐയോട് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ഇന്നലെ 2:30 മുതൽ കാർല ഫാമിലി RRTക്ക് എവിടെയായിരുന്നു ഡ്യൂട്ടി ഇട്ടതെന്ന്. ഇന്നലെ 11:45 ബോഡി എടുക്കുന്നവരെ ഒറ്റ ഒന്നിനെ കണ്ടില്ലല്ലോ അവിടെ. ഡിഎഫ്ഐ വരട്ടെ, ഡിഎഫ്ഐ വരട്ടെ, മന്ത്രി വരട്ടെ. ഞങ്ങൾ ബോഡി വിട്ടുതരാം. ഞങ്ങൾക്ക് പറയാനുള്ളത് മന്ത്രിയോടാണ്, ഈ ലോക്കൽ അല്ലെങ്കിൽ പോലീസുകാരോടോ അവരുടെ ഉന്നത തലമുറയോടല്ല ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് ഇവിടെയുള്ള ഞങ്ങൾക്ക് ഈ സാധാരണക്കാർക്ക് മന്ത്രിയോടാണ് പറയാനുള്ളത്. വരട്ടെ, മന്ത്രി വരട്ടെ, ഞങ്ങൾ പറയാം. അല്ലാതെ ഉന്നതന്മാരും ഉദ്യോഗസ്ഥന്മാരും അല്ല ചർച്ച നടത്തേണ്ടത്. ഇവിടെ ഇരിക്കുന്ന ഈ ആദിവാസി ജനതയാണ് ചർച്ച നടത്തേണ്ടത്. വരട്ടെ. കനത്ത പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ പ്രശ്നം എന്താണ്? ജില്ലാ കളക്ടറിന്റെ ചെയർമാനാണ്. ഇവിടെ പുനരധിവാസം ഇവിടെ നടപ്പിലാക്കിയ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ആരാണ്? കളക്ടർ. ആ കളക്ടർ വന്ന ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം നമുക്ക് കണ്ടാൽ അത് മാത്രമേ ഞങ്ങൾ ലക്ഷ്യമുള്ളൂ. അദ്ദേഹം ഇവിടെ വരണം. അതുവരെ ഇതിന്റെ മുമ്പിൽ പ്രതിഷേധം തന്നെ, വരേണ്ടവരെ പ്രതിഷേധം തന്നെ. സ്വസ്ഥമായി കിടന്നുറങ്ങാനുള്ള സമയം വേണമല്ലേ? സ്വസ്ഥമായി നമുക്ക് നമ്മളെ സ്വത്തിനും ജീവനും സംരക്ഷിക്കുന്ന നിലയിലേക്ക് മാറണം. ഇനിയുള്ള കാലങ്ങളിൽ കാട്ടാനകൾ, കാട്ടുമൃഗങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറ്റാത്ത രീതിയിലുള്ള നിയമ നടപടികൾ ഉദ്യോഗസ്ഥന്മാർ, നിയമപാലന്മാർ പാലിക്കുക. ഇപ്പൊ നിയമത്തിന്റെ കാര്യം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ പോലീസുകാർ തർക്കതരം ഈ തല്ലു മാത്രമേ ഉള്ളൂ ഇവർക്ക്. ഞാൻ ചോദിച്ചാൽ സർക്കാർ നിയമിച്ചു വിട്ട് ഇവരെ തല്ലാൻ മാത്രമേ ഉള്ളൂ, അല്ല സുരക്ഷിതമായിട്ട് നമ്മൾ നോക്കാൻ പറ്റില്ലല്ലോ. ഈ പോലീസുകാർക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പൊ ഷർട്ട് ഒരു പോലീസുകാരൻ വലിച്ചു കയറി, ആ ഷാറിന്റെ ഷർട്ട് ഞാൻ വലിച്ചു കയറട്ടെ. ഇപ്പൊ പൊതുവെ ഞാൻ വലിച്ചു കയറണോ എന്ന് ചോദിക്കുന്നത്. ആ സാറിന് എനിക്കറിയാം ഞാൻ വലിച്ചു കയറണോ, പൊതുവെ വലിച്ചു കയറണമെന്ന് ചോദിക്കുന്നത്. ആ ഷാറിന്റെ ഷർട്ട് ഞാൻ ഒന്ന് വലിച്ചു കയറണോ ചോദിക്കുന്നത്. മാറിനെ എടുത്തിട്ട് വേണം ഞാൻ എടുത്തു, എനിക്ക് ധൈര്യമുണ്ട്. നമ്മൾ ഈ പോലീസുകാരനല്ലേ അതിന്റെ ഉത്തരവാദിത്തം അവർ നോക്കണം. ആദിവാസിക്ക് ഈ മറ്റോ ആ കുണ്ണായി ഇവരെ വലിച്ചു കയറണമെങ്കിൽ ഓൻ എന്ത് കുണ്ണയാന്ന് മാറാൻ തയ്യാറല്ലേ? അങ്ങനെ ആറളത്തെ ജനങ്ങൾ അതിജീവനത്തിന് വേണ്ടി അവർ സമരം ചെയ്യുകയാണ്. 2 പേരാണ് അവരുടെ ഇടയിൽ നിന്നും ദമ്പതികളാണ് ആന ചവിട്ടി കൊലപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ മൃതദേഹം തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം അവർ ഉയർത്തുന്നത്.